സൂസൻ, തന്റെ ഒറ്റയാളുടെ നിർബന്ധത്തില അവരുടെ പ്രസന്റേഷൻ ഞാൻ പ്രോഗ്രാം ചാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കമ്മിറ്റിക്കാർക്കൊന്നും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാൽ അത് എന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ടേ അവര് പറയൂ. നിരുപമേ തനിക്ക് അറിയാഞ്ഞിട്ടാ. അവളുടെ സ്പീച്ച് കേൾക്കാൻ ഞങ്ങൾ ഫ്രണ്ട്സ് കാത്തിരുന്നിട്ടുണ്ട്. അത് കോളേജില് 10-15 വർഷം മുൻപ്. ഇത് ക്രൗഡ് വേറെയാ. കേരളത്തിലെ ടോപ്പ് ആർക്കിടെക്ട്സ്, പോരാഞ്ഞതിന് മന്ത്രി കളക്ടറും. മാഡം, എക്സ്ക്യൂസ് മീ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. Next I call upon Nirupama Rajiv to take the stage. After 14 years. Head up, Nirupama Krishnan. താങ്ക്സ്. പക്ഷേ കൈ കഴുകാൻ മറക്കരുത്. നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. എൻഡോസൾഫാൻ, എക്കാലെക്സ്, ക്ലോറോഡെയിൽ, ഫംഗിസൈഡ്. കെമിക്കൽ കോക്ടെയിലാണ് ഓരോരുത്തരുടെയും കയ്യിൽ പറ്റിയിരിക്കുന്നത്. ലിവർ കിഡ്നി ഡിസ്ഫങ്ഷൻ, ആസ്മ, ഡിപ്രഷൻ, പിന്നെ ക്യാൻസർ. പ്ലീസ് ബി വെരി ഷുവർ ദാറ്റ് യു വാഷ് യുവർ ഹാൻഡ്സ്. വൈറ്റമിൻ എ കണ്ണിന്, സി രോഗപ്രതിരോധ ശക്തിക്ക്, ബി കോംപ്ലെക്സ് നാഡീവ്യൂഹത്തിന്. പക്ഷെ അത് പഴയ കഥ. നമ്മുടെയൊക്കെ പൂർവികർ പറമ്പിലിറങ്ങി പണിയെടുത്തിരുന്ന കാലത്തോളം പഴക്കമുള്ള മുത്തശ്ശി കഥ. ആഴ്ചയിൽ 7 ദിവസവും എല്ലാ വൈറ്റമിനും നൽകിയിട്ടും മാസത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരിക്കലെങ്കിലും നമ്മുടെ കുട്ടിയുമായി ശിശുരോഗ വിദഗ്ധന്റെ അപ്പോയിന്റ്മെന്റിനായി നമ്മൾ കാത്തു നിൽക്കുന്നു. പനിക്കും ജലദോഷത്തിനും വിളർച്ചയ്ക്കും വയറുവേദനയ്ക്കും ഒക്കെ അദ്ദേഹം മരുന്ന് കുറിച്ച് തരുമ്പോൾ തൽക്കാലം അത് കുറയുന്നത് കണ്ട് നമ്മൾ ആശ്വസിക്കുന്നു. വീണ്ടും അടുത്ത മാസം അതേ ഡോക്ടറുടെ അടുത്ത് എത്തും വരെ. നമ്മുടെ ചെറുപ്പത്തിൽ എത്ര തവണ പോയിട്ടുണ്ട് നമ്മളൊരു പീഡിയാട്രിഷ്യന്റെ അടുത്ത്? എത്ര തവണ ആബ്സെന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്കൂൾ അറ്റൻഡൻസ് രജിസ്റ്ററിൽ? 2, അങ്ങേ അറ്റം 3. ഇന്ന് അതല്ല കണക്ക്. വൈറ്റമിൻ എന്ന് വിശ്വസിച്ച് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ അതിന്റെ അളവ് കാണാൻ കഴിയാത്തത്ര കുറവ്. അതിനേക്കാളേറെ ആ ഭക്ഷണത്തിലുള്ളത് വിഷമാണ്. ആത്മഹത്യക്ക് ഉപയോഗിക്കുന്ന ഫ്യൂരിഡാനും കാസർഗോഡ് മാത്രമാണുള്ളതെന്ന് നമ്മൾ കരുതുന്ന എൻഡോസൾഫാനും നീണ്ട ലിസ്റ്റിലെ 2 പേരുകൾ മാത്രം. വളർച്ച മുരടിക്കും, ഓർമ്മക്കുറവുണ്ടാകും, ഏകാഗ്രത നശിക്കും. മാർക്ക് കുറയുന്നതിൽ കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തരുത്. മക്കളുണ്ടാവാൻ ധ്യാനത്തിനും തീർത്ഥാടനത്തിനും പോകുന്ന ദമ്പതികൾ കാരണം തേടി ദൈവത്തോളം ചെല്ലണമെന്നില്ല. പൊള്ളാച്ചിയിലെ മൈസൂരിലെയും കൃഷിസ്ഥലങ്ങളിൽ അതിനുള്ള ഉത്തരം കിടപ്പുണ്ട്. കേരളത്തിലേക്ക് അയക്കുന്ന പച്ചക്കറികളിൽ കുത്തിവെക്കുന്ന ഹോർമോണുകളുടെയും ആന്റിബയോട്ടിക്കുകളുടെയും രൂപത്തിൽ. കണക്കുകൾ അവിടെയും തീരുന്നില്ല. 50% കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിലെ ക്യാൻസർ ബാധിതരുടെ വർധനാ നിരക്ക്. ഇവിടെ ഇന്ന് ഈ കൂടിയിരിക്കുന്ന നമ്മുടെ ബന്ധുക്കളിലോ പരിചയക്കാരിലോ ഒരാൾക്കെങ്കിലും ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെന്ന് അർത്ഥം. ആ എണ്ണം ഇനിയും കൂടുമെന്നതും പ്രൂവൺ സ്റ്റാറ്റിസ്റ്റിക്സ്. അതിൽ കുട്ടികളുണ്ടെങ്കിൽ ലുക്കീമിയയ്ക്കുള്ള സാധ്യത കൂടുതലെന്ന് മറ്റൊരു പേടിപ്പെടുത്തുന്ന കണക്ക്. ഇല്ല സർ, ജിമ്മിൽ കൊടുക്കുന്ന പണം കൊണ്ട് മാത്രം ആ പട്ടികയിൽ നിന്ന് ഒഴിവാകാൻ പറ്റില്ല. അതിന് ആഹാരം നന്നാവണം. ആഹാരം നന്നാവണമെങ്കിൽ വേറെ ഒരു കുറുക്കുവഴിയുമില്ല.